ISROയുടെ കീഴിലുള്ള ISTRAC ബാംഗ്ലൂർ 2025-26 വർഷത്തെ അപ്രന്റീസ് ട്രെയിനിങ്ങിനായ പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. മികച്ച ശമ്പളത്തിൽ 1 വർഷം ഗവൺമെൻറ് അപ്രന്റീസ് ആയി പരിശീലനം നേടാനുള്ള ഒരു വലിയ അവസരമാണിത്. അപ്പോൾ നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസിലോട്ട് പോകാം. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് കൊമേഴ്സ്യൽ പ്രാക്ടീസ് ITA ഇതാണ് യോഗ്യതയായിട്ട് വരുന്നത്. യോഗ്യത ലഭിച്ച മാസം അല്ലെങ്കിൽ വർഷത്തിൽ നിന്നുള്ള 3 വർഷത്തിനകം പരിശീലനം തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ 2022 പാസ്സായവർ 2025 മുമ്പ് അപ്രന്റീസ്ഷിപ്പ് ആരംഭിക്കണം. റെഗുലർ മോഡിൽ പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതായത് ഒരു ഫുൾ ടൈം റെഗുലർ അക്കാഡമിക് കോഴ്സ് ആയിരിക്കണം. ഇതിന് അയോഗ്യരായിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ 1 വർഷം ജോലി ചെയ്തവർ, പിന്നെ സാൻഡ്വിച്ച്, പ്രൈവറ്റ്, സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഹയർ സ്റ്റഡി ചെയ്യുന്നവർ ഇതിന് അയോഗ്യരാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗ്രാജുവേറ്റ് അപ്രന്റീസിൻ്റെ യോഗ്യത BE അല്ലെങ്കിൽ BTech ആണ്. BE അല്ലെങ്കിൽ BTech അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയിരിക്കണം. ബ്രാഞ്ചസ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിലുണ്ട്, എയറോനോട്ടിക്കൽ, ലൈബ്രറി സയൻസ് ഒക്കെയാണ് ബ്രാഞ്ചസ്. ട്രെയിനിങ് സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ബംഗളൂരു ഉണ്ട്, ലക്നൗ, ശ്രീവിജയപുരം ഒക്കെ വരുന്നുണ്ട്. സ്റ്റൈഫണ്ട് 9,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒഴിവുകളാണ്. കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസിന് ബാംഗ്ലൂർ 14 ഒഴിവുകളും ലക്നൗ 1 ഒഴിവുമാണുള്ളത്. അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസിന് ബാംഗ്ലൂർ 13 ഒഴിവ്, ശ്രീവിജയപുരം ആണെങ്കിൽ 1 ഒഴിവുണ്ട്. അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസിന് ബാംഗ്ലൂർ 4 ഒഴിവ്, ലക്നൗ 1 ഒഴിവാണുള്ളത്. ഇപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ബാംഗ്ലൂർ 2 ഒഴിവുകളാണുള്ളത്. ലൈബ്രറി സയൻസ് ബാംഗ്ലൂർ 1 ഒഴിവ്. ഡിപ്ലോമ അപ്രന്റീസിന് മന്ത്ലി 8,000 ആണ് സ്റ്റൈഫണ്ട് വരുന്നത്. അതിൻ്റെ യോഗ്യത ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ആണ്. അതിൽ ബ്രാഞ്ചസ് മെക്കാനിക്കലുണ്ട്, ഇലക്ട്രിക്കൽ, സിവിൽ, കൊമേഴ്സ്യൽ പ്രാക്ടീസും വരുന്നുണ്ട്. ട്രെയിനിങ് സ്ഥലം നേരത്തെ പറഞ്ഞതുപോലെ ബംഗളൂരു ഉണ്ട്, ലക്നൗ ആൻഡ് ശ്രീവിജയപുരം. ദെൻ ITI ട്രേഡ് അപ്രന്റീസിന് 7,000 ആണ് സ്റ്റൈഫണ്ട് വരുന്നത്. യോഗ്യത ITI ഇൻ ഇലക്ട്രോണിക്സ് മെഷീനിസ്റ്റ് ഫിറ്റർ. ട്രെയിനിങ് സ്ഥലം ബംഗളൂരു, ലക്നൗ, ശ്രീവിജയപുരം. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം. അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷ അയക്കേണ്ട ആവശ്യമില്ല, മറിച്ച് NATS പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. nats.education.gov.in എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ NATS എൻറോൾമെൻറ്റ് നമ്പർ അപേക്ഷാ ഫോമിൽ തീർച്ചയായിട്ടും നൽകണം. ഇത് നൽകിയില്ലെങ്കിൽ അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെടും. അപേക്ഷകൾ പരിശോധിച്ച ശേഷം അവർ ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യും. അറിയിപ്പുകൾ ഇമെയിലിൽ മാത്രമേ നൽകുകയുള്ളൂ. അതുകൊണ്ട് ഇമെയിൽ ID കറക്റ്റായിട്ട് തെറ്റാതെ നൽകുക. അപ്പോൾ ഇമെയിൽ വഴി അയക്കേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് SLC സർട്ടിഫിക്കറ്റ്, 12th ITI PUC സർട്ടിഫിക്കറ്റ്. PUC എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തല്ല, കർണാടക പോലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 12th എന്ന് പറയുന്നത് PUC സർട്ടിഫിക്കറ്റാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഡിപ്ലോമ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സുകളെല്ലാം, ഫൈനൽ ഡിഗ്രി, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ NATS എൻറോൾമെൻറ്റ് നമ്പർ പ്രൂഫ്, ഇതെല്ലാം ഒരു PDF ഫോർമാറ്റ് ആക്കിയിട്ട് നമ്മൾ ഇമെയിൽ വഴി അയയ്ക്കുക. അപേക്ഷയോടൊപ്പം ആവശ്യമായ ഈ പറഞ്ഞ എല്ലാ രേഖകളും അയയ്ക്കുക. നമ്മൾ അപേക്ഷ അയക്കുമ്പോൾ, ഇമെയിൽ വഴി അയക്കുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ ആപ്ലിക്കേഷൻ ഫോർ അപ്രന്റീസ്ഷിപ്പ് കാറ്റഗറി എന്ന് എഴുതിയിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഏപ്രിൽ 21 മുമ്പ് ഡോക്യുമെൻറ്റ്സ് അയച്ചിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, NATS പോർട്ടലിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. അതേപോലെ എൻറോൾമെൻറ്റ് നമ്പർ അപേക്ഷാ ഫോമിൽ നിർബന്ധമായും ചേർക്കണം. 2022, 23, 24 ഡിഗ്രി, ഡിപ്ലോമ, ITI പാസ്സായവരാണ് ഇതിന് എലിജിബിളായിട്ട് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതേപോലെ ഇമെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ ആപ്ലിക്കേഷൻ ഫോർ അപ്രന്റീസ്ഷിപ്പ് കാറ്റഗറി എന്ന് തന്നെ എഴുതിയിരിക്കണം. ഇനി നമുക്ക് ഇൻ്റർവ്യൂ സെൻറ്റേഴ്സും ഡേറ്റ്സും നോക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർവ്യൂവിനുള്ള ഇൻ്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഒന്നും ഇല്ല, TA DA ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ സെൻറ്റേഴ്സ് വന്നിട്ട് ISTRAC ബാംഗ്ലൂർ May 20 and 21 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ലക്നൗ May 14, 15. ആൻഡമാൻ അതായത് ശ്രീവിജയപുരം April 29, 30. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 9 മണിയാണ്.
അപ്രന്റീസ്ഷിപ്പ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12 മാസമാണ് കോൺട്രാക്റ്റ്. അപ്രന്റീസ്ഷിപ്പ് ആക്ട് 1961-73 അനുസരിച്ച് ഒപ്പിടണം. കൂടാതെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞാൽ ISRO ഒരു സ്ഥിരമായി ജോലി ലഭിക്കുമെന്ന് ഉറപ്പില്ല എന്നും ഇതിനകത്ത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ്, ട്രൈബ്, ഡിസബിലിറ്റി അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാത്ത പക്ഷം പരിശീലനത്തിന് അയോഗ്യരായിരിക്കും, അറിയാലോ. അതേപോലെ നമ്മൾ പഠിച്ച കോഴ്സ് അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡിൽ നിന്ന് ആയിരിക്കണം. അപ്പോൾ ഡിഗ്രി, ഡിപ്ലോമ, ITI കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച് ISRO പോലുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇതൊരു വലിയ അവസരമായിരിക്കും. ISRO പോലുള്ളൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ പരിശീലനം ലഭിക്കുക എന്നത് ഒരു വലിയൊരു അവസരമായിരിക്കും, അല്ലേ? സോ നോട്ടിഫിക്കേഷൻ വിശദമായി വായിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഈ അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.